വന്യമൃഗാക്രമണവുമായി ബന്ധപ്പെട്ട അവലോകന യോഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. റവന്യൂ മന്ത്രി കെ രാജൻ, വനമന്ത്രി എ കെ ശശീന്ദ്രൻ, തദ്ദേശ മന്ത്രി എം ബി രാജേഷ്, ജില്ലാ കളക്ടർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സോണൽ കൃഷ്ണ ചേരുന്നുണ്ട്. സോണൽ, നമ്മൾ ഈ യോഗം ആരംഭിക്കുന്നതിന് മുൻപായിട്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ അവരുടെ ആ ഒരു വികാരമൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം തങ്ങൾക്കിനി ആവശ്യം സുരക്ഷിതമായിട്ട് ഉറങ്ങുവാൻ, അല്ലെങ്കിൽ ജീവനും സ്വത്തിനുമൊക്കെ തന്നെ സുരക്ഷ ഒരുക്കുക, അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് വേണ്ടത്. അത് ഈ മന്ത്രിതല സംഘത്തിന്റെ ഇന്നത്തെ അവലോകന യോഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെയാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. അതേ രജനി, പ്രധാനമായിട്ട് തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തന്നെ ഈ യോഗങ്ങളിലും തങ്ങൾ ഉന്നയിക്കും എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഏറെ പ്രതിഷേധങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് വിമർശനങ്ങൾക്കെല്ലാം തന്നെ ഒടുവിലാണ് മന്ത്രി തന്നെ ഇങ്ങോട്ടേക്ക് എത്താൻ, വയനാട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ സാഹചര്യത്തിലും തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് തന്നെയാണ് വയനാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് തങ്ങൾ ഉന്നയിക്കുക തന്നെ ചെയ്യുമെന്നാണ് അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ച വ്യക്തികളെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത്. യോഗം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ മന്ത്രിമാർ, 3 മന്ത്രിമാർ, അതായത് എ കെ ശശീന്ദ്രനും അതുപോലെ തന്നെ കെ രാജനും എം ബി രാജേഷ് ഉൾപ്പെടെയുള്ള 3 മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. കളക്ടർ ഉൾപ്പെടെയുള്ളവരാണ് യോഗത്തിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഈ വയനാട്ടിലെ ജനങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്ന ആവശ്യങ്ങളെല്ലാം തന്നെ അവർ ഉന്നയിക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ട സ്വൈര്യമായിട്ട് തങ്ങൾക്ക് ഇവിടെ കഴിയാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരണം എന്നുള്ളതാണ് പ്രധാനമായി അടിസ്ഥാനപരമായിട്ട് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അതിൽ ഒന്നാണ് ആനമതിലും ഫെൻസിംഗും പോലത്തെ എല്ലാ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ടേക്ക് തങ്ങൾക്ക് ഇവിടെ കഴിയാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നത്. കാരണം കഴിഞ്ഞൊരു മാസക്കാലമായിട്ട് ഏകദേശം 4 മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ 4 മരണം നടന്നിട്ടും ഈ മന്ത്രിമാരാരും തന്നെ ഇവരുടെ ബന്ധുക്കളെയോ മറ്റ് ഇവരുടെ വീടുകളോ സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല. വയനാട്ടിലേക്ക് എത്താൻ പോലും വനമന്ത്രി ഉൾപ്പെടെ, ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ്, എന്നിട്ട് പോലും മന്ത്രി ഉൾപ്പെടെ തയ്യാറായിട്ടില്ല എന്നുള്ളത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് പിന്നീട് ജനരോഷമായിട്ട് നമ്മൾ പുൽപ്പള്ളിയിലെല്ലാം തന്നെ കണ്ടത്. അത് വനപാലകർക്കും മറ്റും ഉദ്യോഗസ്ഥർക്കൊക്കെ അതിൻ്റെ ഒരു ഭവിഷ്യത്ത് അനുഭവിക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായി. എന്നാൽ ഇതിൽ കേസെടുത്ത് നടപടിയുമായി മുന്നോട്ട് പോകാനായിരുന്നു സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഒരു തീരുമാനം. അതിനെതിരെയും താമരശ്ശേരി രൂപത ബിഷപ്പ് അടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായി. നിലവിൽ ഈ ജനങ്ങളെല്ലാം തന്നെ വലിയ ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അത് തങ്ങൾ മന്ത്രിമാരെ കൃത്യമായിട്ട് അറിയിക്കും എന്ന് തന്നെയാണ് ഇവിടെ കൂടിയ ജനപ്രതിനിധികളെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത്. MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. തുടർച്ചയായിട്ട് ഉന്നയിക്കുന്ന ആവശ്യങ്ങളെല്ലാം തന്നെ മന്ത്രിമാരെ നേരിട്ട് ബോധ്യപ്പെടുത്തും. ഇതിനുശേഷം കൃത്യമായിട്ടുള്ള നടപടി ആവശ്യപ്പെടും. ഈ നടപടി തന്നെയാണ് ആവശ്യം എന്നുള്ളതാണ് ഈ ജനങ്ങളടക്കം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഈ പോളിൻ്റെ ഭൗതികദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് വനമന്ത്രി വന്ന് കണ്ടില്ല എന്നുള്ളൊരു ചോദ്യം ഈ പ്രദേശത്തുള്ളവരും മറ്റ് ജനപ്രതിനിധികളൊക്കെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കോഴിക്കോട് ജില്ലയിൽ മറ്റ് പര്യടനങ്ങളുമായി, ഉദ്ഘാടന ചടങ്ങുകളുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ വനമന്ത്രിയുടെ യാത്രകളെല്ലാം തന്നെ. എന്തുകൊണ്ട് ഈ പോളിൻ്റെ ഭൗതികദേഹം ഒന്ന് വന്ന് കാണാൻ പോലും ഈ മന്ത്രിക്ക് സമയമുണ്ടായിട്ടില്ല എന്നുള്ളൊരു ചോദ്യം ഇതിനോടകം തന്നെ ഉയർന്ന ഇതാണ്. അതുപോലെ തന്നെയാണ് എന്തുകൊണ്ട് ഈ വീടുകൾ സന്ദർശിച്ചില്ല, ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ തയ്യാറായില്ല എന്ന് പറയുന്ന നിരവധി ആവശ്യങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങളാണ് ഈ വയനാട്ടിലെ ജനതകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തങ്ങൾക്ക് സുഖമായി ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി തരേണ്ട ഒരു സ്ഥിതി ഒരുക്കണം. ആനമതിൽ ഫെൻസിംഗ് പോലുള്ള എല്ലാ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളും ഒരുക്കണം എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് വയനാട്ടിലെ ജനത ആവശ്യപ്പെടുന്നത്. രജനി, ഒപ്പം ഒരു കാര്യം കൂടെയുണ്ട് സോണൽ. കാരണം ഈ മന്ത്രിമാർ എത്തിയിട്ടില്ല എന്നുള്ള രീതിയിൽ വലിയ പ്രതിഷേധം തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ ഈ അവലോകന യോഗത്തിന് ശേഷം ഈ പോളിൻ്റെയും അജീഷിൻ്റെയും ഒക്കെ വീടുകൾ സന്ദർശിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് യോഗത്തിന് ശേഷം തീരുമാനിക്കാമെന്നാണ് ഇന്നലെ മന്ത്രി പ്രതികരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. എങ്കിലും ഇവിടെ ഈ സന്ദർഭം, നിലവിലെ സന്ദർഭം കണക്കിലെടുത്ത് ഈ യോഗത്തിന് ശേഷം ഈ മരണപ്പെട്ട ആളുകളുടെ വീട്ടിലേക്ക്, അതായത് പോളി രജീഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ വീട്ടിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ പോകുമെങ്കിൽ വലിയ ജനരോഷം ഉണ്ടാവും. നമുക്കറിയാം, ഈ മന്ത്രിമാർ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് കരിങ്കോടി പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം തന്നെ എത്തിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ മന്ത്രിമാർ ഇനിയും ഇവരുടെ മരണപ്പെട്ട ആളുകളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ആ പ്രതിഷേധം വർദ്ധിക്കാനാണ് സാധ്യത എന്നുള്ളതും ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകമാണ്. എന്നിരുന്നാൽ പോലും ഈ വീടുകളിൽ, ഈ മരണപ്പെട്ട ആളുകളുടെ വീടുകളിൽ സന്ദർശനം നടത്തുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ആ കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. രജനി, ശരി. എന്തായാലും വന്യജീവി ആക്രമണങ്ങൾ ചർച്ച ചെയ്യാൻ വയനാട്ടിൽ സർവകക്ഷി യോഗം ആരംഭിച്ചിരിക്കുകയാണ്. മന്ത്രിമാരായ എ കെ ശശീന്ദ്രനും എം ബി രാജേഷും കെ രാജനും പങ്കെടുക്കുന്നു. ഒപ്പം കളക്ടറും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ബത്തേരി മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് യോഗം പുരോഗമിക്കുന്നത്. സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.